ബിരിയാണി ദമ്മിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കട്ടെ എന്തൊക്കെയാണ് സ്ഥിതിന്ന്. അരിയൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി അവർ കഴിച്ച് നോക്കിയിട്ട് എന്താണെന്നൊക്കെ പറയുമ്പോൾ ദിവസം കഴിച്ച് നോക്കിയിട്ട് പറയണേ ഇങ്ങനെയൊക്കെയാണെന്ന്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നമ്മളെ ബിരിയാണിയാണ്, മഞ്ഞൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ബിരിയാണി. എങ്ങനെയുണ്ടെന്ന് പറയും. സെറ്റായില്ലേ? അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളി ബിരിയാണി എന്നിവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹായ്, മോട്ടൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയിൽ സാധാരണ നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിശ്രിതമാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ നെയ്യ് തീരെ ഉപയോഗിക്കുന്നില്ല, അത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മണ്ണൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് നല്ല അക്മാർ ഉള്ള ഗ്രേഡ് 1 വെളിച്ചെണ്ണയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ബിരിയാണി മാത്രമല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു വെളിച്ചെണ്ണയാണിത്. അപ്പോൾ ഞാൻ ഇതിലാണ് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് ഇതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇതൊക്കെ ഞാൻ അതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂർ നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഉള്ളത് തക്കാളിയാണ്. തക്കാളി ഞാൻ 4 നല്ല പഴുത്ത നാടൻ തക്കാളിയാണ് അരിഞ്ഞത്. പിന്നെ പുതിന, മല്ലിച്ചപ്പ്, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയാണ് ഈ മിശ്രിതത്തിലുള്ളത്. അപ്പോൾ വെളുത്തുള്ളി 20 വെളുത്തുള്ളി ഉണ്ട് ഇതിൽ. അപ്പോൾ അതും പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ പച്ചമുളക് 10 എണ്ണം. അത് ഞാൻ ചതച്ചെടുത്തതാണ് ചെയ്തത്. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഇത് വെല്ലുള്ളിയാണ്. വെല്ലുള്ളി നല്ല നേർമയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഞാൻ ഫുൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നേർമയായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടത്. അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിനി ചിക്കൻ ബിരിയാണിക്കുള്ള ഈ സവാള വറുത്തെടുത്തിട്ട് വരാം. അത് ഞാനിതാ മഞ്ഞൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സവാള ഇടുകയാണ്. അപ്പോൾ അതിൽ പതയൊന്നും ഉണ്ടായിട്ടില്ല, നല്ല വെളിച്ചെണ്ണയാണിത്. വറുത്ത് കോരിയെടുക്കുന്നത് മൊത്തം ഞാൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇതാ സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാനിനി കോരിയെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഇതിലുള്ള സവാള ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇങ്ങനെ ബ്രൗണിഷ് രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിൽ പൊരിച്ചെടുക്കുന്നത് മൊത്തം ഞാൻ പൊരിച്ചെടുക്കട്ടെ. ഇതിൽ
ഇത് നമ്മൾ ഉള്ളി ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് ഒക്കെ കോരി എടുത്തിട്ടുണ്ട്, നല്ല നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം അരപ്പിന് വേണ്ടിയിട്ടും അതിൻ്റെ മസാല, അതായത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് മുമ്പൊക്കെ നമ്മൾ കുറച്ച് അതിൻ്റെ മുകളിൽ സാധാരണ നമ്മൾ ഇടില്ലേ, അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണത്. അപ്പോൾ നമുക്കിനി അരി വേവിച്ചിട്ട് വരാം. നമ്മൾ ചോറ് വേവിക്കാൻ പോവാണ്. അത് ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അത് വിസിലിടുന്നില്ല, വിസിലിടാണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. പിന്നെ ജീരകശാല അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മനൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒഴിക്കുകയാണത്. തീരെ ഞാനിതിൽ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നേ ഇല്ല. ഇന്ന് ചൂടാവുമ്പോൾ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇടുകയാണ് ഇതിൽ. 3.5 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് കാഴ്ചയെടുക്കുകയാണ് ആദ്യം. അത് 3.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ജീരകശാല അരി. അപ്പോൾ അതിനൊരു 4.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിത് ഒഴിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ്. അതിലേക്ക് നാരങ്ങാ നീരും കൂടി കുറച്ച് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൽ വിസിലിടുന്നില്ല, വിസിലിടാണ്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പുക വരുമ്പോൾ ഇത് കറക്റ്റായി മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനി വേവട്ടെ. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ മനൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ എടുത്ത ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ, അത് ഞാനിതിലേക്ക് ലേശം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ അതിൻ്റെ അകത്ത് റെഡി ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിൻ്റെ ഈ കൂട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർക്കാം. ഇതൊക്കെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തക്കാളി ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ അരി എന്തായി നോക്കാം, ചോറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടപ്പൊന്ന് കറക്റ്റായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഒരു വെള്ളമൊക്കെ വെച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ചോറ് ഇപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരപ്പ് റെഡിയാക്കട്ടെ. ഇനിയിപ്പം അരപ്പ് റെഡിയാക്കിയിട്ട് ഞാൻ ദമ്മിടണം. അപ്പോൾ ഓക്കെ, ഇനി അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ അരപ്പിൻ്റെ ഗ്രേവി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത സവാള ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് സവാള ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുറച്ച് ബ്രൗണിഷ് ആയ സവാള കുറച്ച് മാറ്റി വെക്കാം. നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ലെയറായിട്ട് ഇടണ്ടേ, അതിന് വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ഇതിലേക്ക് ലേശം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വറുത്ത് വെച്ച നമ്മളത് ചിക്കനില്ല അതിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ ചിക്കൻ ഇട്ട് അത് കുറച്ചൊന്ന് വഴന്ന് വന്ന് ഇനിയിപ്പോൾ ഞാനതിലേക്ക് പുതിന ഇല കുറച്ച് ഇങ്ങനെ വിതറി വെക്കുകയാണ്. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കി കുറച്ച് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പുതിന ഇല ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. പുതിന ഇല നമ്മൾ ദമ്മിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച്. അത് കുറച്ച് ദമ്മിടാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കട്ടെ ഞാനിത്. പുതിനയിലിട്ട് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് പുതിനയിലൊക്കെ.
ഇനി ഞാനിതിലേക്ക് നാരങ്ങാ നീര് ഒഴിക്കുകയാണ്, ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഞാൻ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് നിളക്കട്ടെ. ഇതൊക്കെ നന്നായിട്ട് നാരങ്ങാ നീരും തൈരൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇതിലിടുകയാണ്. അപ്പോൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് കുറച്ച് നടുകയാണ്. ഇതിലേക്ക് ഉപ്പ്, കാരണം നമ്മൾ ഓൾറെഡി ചോറിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് മതി ഇതിലേക്ക് ഉപ്പ്. ഇപ്പം നമ്മളെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ചോറ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി വറുത്ത് വെച്ച നമ്മൾ സവാള ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇടുക, ലെയറാക്കിയിട്ടിടുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് അതിലേക്ക് കുറച്ച് പുതിന അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് ഇത് വേണ്ടത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആക്കിയിടുന്നുണ്ട്. ഇത് അടപ്പിട്ടിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കട്ടെ. നമ്മുടെ ബിരിയാണി ദമ്മിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ എന്തൊക്കെയാണ്. അരിയൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി അവർ കഴിച്ച് നോക്കിയിട്ട് എന്താണെന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം കഴിച്ച് നോക്കിയിട്ട് പറയണേ ഇങ്ങനെയൊക്കെയാണെന്ന്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നമ്മളെ ബിരിയാണിയാണ്, മന്നൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ബിരിയാണി. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി ബിരിയാണി ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. അതുവരേക്കും ബൈ.